നമസ്കാരം. ഓരോ വിഷയത്തിൽ വീണ്ടും വീണ്ടും വീഡിയോ ഇടേണ്ടി വരുന്നത് ജനങ്ങളിലേക്ക് ആ വിഷയം കൂടുതൽ എത്താനാണ്, ജനങ്ങൾ അത് ശ്രദ്ധിക്കാനാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിൽ കാണാവുന്ന ഈ വീഡിയോ നമ്മളെ വാടാനപ്പള്ളിയിൽ നിന്ന് തൃത്തല്ലൂരിൽ നിന്ന് മുൾബസാറ് വഴി അവിടെയുള്ളൊരു സ്റ്റോറിലേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഈ വീഡിയോ ഇന്ന് കാലത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. നോക്കൂ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, വളരെ ഡെഡിക്കേറ്റഡായി ഈ ലോറിയുടെ കിളി അല്ലേ, അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയാം, കിളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഡ്രൈവർ അസിസ്റ്റൻ്റ് ചെയ്യുന്ന ഒരാൾ വലിയൊരു തോട്ടിയുമായി വളരെ ഡെഡിക്കേറ്റഡായി തൃത്തല്ലൂർ മുതൽ ഇപ്പോൾ മുൾബസാറും കഴിഞ്ഞ് ആ ഒരു വിക്കോൾ സ്റ്റോറിൻ്റെ അടുത്തേക്ക് എത്താവുന്ന ദൂരത്തിൽ പോവുകയാണ്. അപ്പോഴും ആ കിളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള KCBയുടെ ഇലക്ട്രിക് കമ്പികൾ, ക്രോസ് ചെയ്ത് പോയിട്ടുള്ള ഇലക്ട്രിക് കമ്പികൾ ഒരു വലിയ വടി ഉപയോഗിച്ച് അങ്ങ് പൊക്കുകയാണ്. ഒട്ടും ശാസ്ത്രീയപരമായിട്ടല്ല അത് ആ കമ്പികൾ ആ വലിയൊരു തോട്ടി ഉപയോഗിച്ച് അവർ മാറ്റുന്നത്, അല്ലെങ്കിൽ ആ വണ്ടിക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നത്. നിങ്ങൾക്കും എനിക്ക് അറിയാവുന്നതുപോലെ ഇത്തരം കാര്യങ്ങൾ KCBയിൽ നിന്ന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് വന്നിട്ട് മാത്രം ചെയ്യുന്നൊരു പണിയാണ് ഇവർ ഈ കയ്യൂക്കുള്ളോൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി ചെയ്യുന്നത്. ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന ഡാമേജുകൾ വളരെ വലുതാണ് സുഹൃത്തുക്കളെ. ഇത്തരം കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ജോലി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് അവരത് കൃത്യമായി ചെയ്യുക. അത്തരം ജോലികൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, അത് ഫ്യൂസ് ഊരി മാറ്റി ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെ നിഷ്പ്രയാസം എന്ന പോലെ ഇവർ ഈ കേബിൾസ് മാറ്റുന്നത്. എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെല്ലാവരും ഉത്തരം പറയും? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ പല വീഡിയോകളും ഇത്തരം രണ്ട് വീഡിയോ ഞാൻ മുൻപ് ഇതേ കേസുമായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു, ജനങ്ങളിലേക്ക് എത്താനാണ്. ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോലും ധൈര്യമോ താല്പര്യമോ കാണിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എന്താണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരം അനീതികൾ, ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ആരെടുത്ത് റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ. ഇനി കമൻറ്റ് ബോക്സ് മറ്റുള്ളവർ വായിക്കും എന്നതുകൊണ്ട് നിങ്ങൾക്ക് കമൻ്റ് ആയിടാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ ഇൻബോക്സ് ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും അതിലും വന്ന് ഇൻബോക്സിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ഉപദേശവും സഹകരണങ്ങളും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം അനീതികൾ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കണ്ടെയ്നർ ലോറികൾ, ഇത് 20 ഫീറ്റ് കണ്ടെയ്നറാണ്. ഇത്തരം ഭാരമുള്ള ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ നമ്മൾ ചെറിയ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇരുവശമുള്ള വീടുകൾക്കും തറകൾക്കും വരുന്ന പൊട്ടലുകളും ഡാമേജുകളും അതിഭീകരമാണെന്ന് വെച്ചാൽ അതിഭീകരമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് അതിൻ്റെ അടിയിൽ വന്ന് എഴുതുന്നുണ്ടായിരുന്നു, അവരുടെ വീട് 1965 പണിതതാണെന്ന്. 65 പണിത വീടിൻ്റെ ഫൗണ്ടേഷൻ എന്തായിരിക്കുമെന്നൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് എവിടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണിത് മൂവ് ചെയ്യേണ്ടതെങ്കിലും നിങ്ങൾക്ക് IBയിൽ വന്ന് എനിക്ക് മെസ്സേജ് ഇടുകയോ കമൻറ്റ് അയക്കുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ വലിയ ഉപകാരമാവും. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും സാമൂഹിക പ്രവർത്തകരാണ്. ഓരോ വ്യക്തികളും സാമൂഹിക പ്രവർത്തകരാണ്. നമ്മൾക്ക് സമൂഹത്തോട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ ഉത്തരവാദിത്തമുണ്ട്. അത് കാണിക്കണം. ഉറക്കം നടിക്കാതെ ഇരിക്കുക. ദയവായി ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.